യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും ഓർത്തു നിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും ഓർത്തു നിൽക്കും. പ്രഭോ എന്നെ കനിയേണമേ, പ്രഭോ നിന്റെ ജീവൻ ചൊരിയേണമേ, പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൽ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 48-ാം സങ്കീർത്തനം അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ മനോഹരമായൊരു വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദയ അല്ലാതെ നമുക്ക് എടുത്തു പറയാൻ എന്താണുള്ളത്? ദൈവത്തിൻ്റെ ദയ ഏറ്റവും വലുത്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദയെ വാഴ്ത്തുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അത്യത്ഭുതമാകുന്നു. ദൈവമക്കളെ, നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇത് ന്യായവിധിയുടെ നാളുകളാണല്ലോ. ഈ ന്യായവിധിക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ടല്ലോ ദൈവമക്കളെ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ന്യായവിധിക്ക് മുൻപിൽ ഞാനും നിങ്ങളും ഒരുപോലെ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണുവാൻ ദൈവവിടെയാക്കുന്നവർക്ക് സ്തോത്രം. ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നതിനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും തോറും ദൈവം നമ്മുടെ സകല പാവങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമ്മളെ ദൈവം വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ കേൾപ്പിക്കുന്നു. അതെല്ലാം ഈ തലമുറ കാണുമെന്ന് വചനം പറയുന്നത് പോലെ തന്നെ ഈ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തി കാണുവാൻ നമ്മുടെയൊക്കെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ ആത്മാവിൽ ഒരുങ്ങിയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. വരുവാനുള്ള തലമുറയോട് എൻ്റെ കർത്താവിനെ കുറിച്ച് സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തലമുറകൾ ഇല്ലാത്തവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ നാമം വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട പുരോഹിത വർഗത്തെ തന്നെ. ആമേ. സ്തോത്രം. തലമുറകളെ തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. തലമുറകളെ ആഗ്രഹിക്കുന്ന മക്കളെ, അതിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടൊരു ഉടമ്പടി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് മനസ്സലിയും. തീർച്ചയായിട്ടും കർത്താവ് കരുണ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. തലമുറകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? മക്കൾ നിമിത്തം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ട് കുടുംബം നശിച്ചു പോയ ഒരു സാഹചര്യത്തിൽ മക്കൾ ജനിക്കണ്ടായിരുന്നു, എനിക്കിങ്ങനൊരു മകൻ വേണ്ടായിരുന്നു, ഇങ്ങനൊരു മകൾ വേണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ചെയ്തികൾ നമുക്ക് പൊറുക്കാം. നമ്മുടെ മക്കളല്ലേ, നമുക്ക് അവരോട് നിന്ന് ക്ഷമിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷിയുള്ള മക്കളായി തീരുവാൻ കർത്താവ് അവരെ എടുത്തുപയോഗിക്കട്ടെ. നമ്മുടെ സമർപ്പണത്തെ ദൈവം സ്വീകരിക്കും. ദൈവമക്കളെ,
മക്കളെ തന്ന ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ നമ്മുടെ വേദനകൾ ലോകത്തോട് പറയാതെ അത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കുമെങ്കിൽ നമ്മുടെ കണ്ണുനീര് കണ്ട മനസ്സിലിരുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമേ. അത് തീർച്ചയായിട്ടും ആ പ്രവൃത്തി ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് ഇടയാകട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഉറപ്പാ ദൈവമക്കളെ. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഈ ദൈവം നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. ഈ ദൈവത്തിന് വേണ്ടി നല്ല സാക്ഷ്യം പറയാൻ ഇനിയുള്ള ശിഷ്ടകാലം കർത്താവ് നമ്മളെ എല്ലാവരെയും ആഗ്രഹിക്കുന്ന മക്കളെ ഒരുക്കും എന്നുള്ളത് ഉറപ്പാണ്. ആഗ്രഹിക്കുന്ന മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്ക് അവരടയാളം എൻ്റെ കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നാളുകൾ, കഷ്ടമേറിയ നാളുകൾ കഴിഞ്ഞുപോയി. ഇനി എന്തിന് എന്ന് പറഞ്ഞുകൊണ്ടും ഭാരപ്പെട്ടും തളർന്നും ഇരിക്കുന്നവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും ഇനിയും എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമോ, ഇനി എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിൻ്റെ മുമ്പിൽ കർത്താവെ പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറയുടെ അവിശ്വാസം, സാറ വിശ്വസിച്ചുവെങ്കിലും താമസം വന്നപ്പോൾ വ്യതിചലിച്ചു എന്നതുപോലെ വ്യതിചലിച്ചവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് വാക്ക് മാറാത്ത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ അപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കായി ഒരടയാളം എൻ്റെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരും തലമുറകളോട് സാക്ഷ്യപ്പെടുത്തുവാൻ പുരോഹിത വർഗത്തെ ദൈവമാക്കി തീർക്കണമേ. മക്കളെ ദൈവം തൊട്ടനുഗ്രഹിക്കണമേ. മക്കളെ ചൊല്ലി ഭാരപ്പെട്ട് വേദനയോടെന്ന് കർത്താവെ ശുശ്രൂഷി പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, മക്കളെ ഭയപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലിരിക്കുന്ന ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവെ, ഈ കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടെടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.